നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സിനിമ അതിഥിയായിട്ടുള്ളത് വളരെ കാലം സൂപ്പർ ഹീറോ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശങ്കറാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ പഴയകാല ആൾക്കാരുടെ മനസ്സിൽ ഇന്നും വളരെ എനർജറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരു നല്ലൊരു നടൻ. അപ്പം അദ്ദേഹത്തെ നമുക്കിതിലേക്ക് സ്വാഗതം ചെയ്യാം. സർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് നല്ല സിനിമകൾ സാറ് അഭിനയിച്ചു. സുഗമോ ദേവി, പിന്നെ അത് ഒരുപാട് സിനിമകൾ വളരെ എനർജറ്റിക് ആയിട്ട്, അതായത് എൻ്റെയൊക്കെ കാലത്ത് ഞാൻ സൂപ്പർ ഹീറോ ആയിട്ട് കണ്ടിരുന്ന അങ്ങേ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സത്യത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്. ഓക്കെ സാറ് ഒരുപാട് കുറേ കാലം കുറേ സിനിമകളിൽ വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ തുടക്കം 80-ലാണല്ലോ. 1994 വരയ്ക്ക് ഞാൻ വളരെ സജീവമായിട്ട് സിനിമയിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ തമിഴിലും മലയാളത്തിലും ഒരേ സമയത്ത് കുറേ കാലം തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിരുന്നു. പിന്നെ മലയാളം മാത്രമായി. അപ്പോൾ അന്ന് തന്നെ ഞാനൊരു 170ഓളം സിനിമകൾ ചെയ്തിരുന്നു ഈ ഒരു 15 ഇയേഴ്സിൻ്റെ അകത്ത്. അപ്പം അതിനുശേഷം എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ ആ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, എനിക്ക് ഒരു എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ബിക്കോസ് ഞാനന്ന് എനിക്ക് തോന്നി ഇതൊരു ഭയങ്കര ഒരു ബേർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുക, ഷൂട്ടിങ്ങിന് പോവുക, രാത്രി 11 മണിക്ക് വരെ. ആ കാലഘട്ടത്തിൽ ഷൂട്ടിംഗ് ആണല്ലോ. ബിക്കോസ് ഇന്നത്തെ മാതിരി അല്ല അന്ന് ഹാർഡ് വർക്കായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പണ്ട് നസീർ സാറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, 3 ഷിഫ്റ്റൊക്കെ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ 3 പടം ചെയ്തിരുന്നു എന്ന്. പക്ഷെ അത് സമയത്ത് അവർ ചെയ്തു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഫീൽ ചെയ്തത് മേ ബി ഞാൻ ആദ്യത്തെ 2 സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായതുകൊണ്ട് ഒരു വലിയ ഒരുപാട് സിനിമകൾ എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും മടുപ്പ് തോന്നാൻ തുടങ്ങി. ബിക്കോസ് ഒരേ ക്യാരക്ടേഴ്സ്, ഒരേ ഇത്, രാവിലെ എഴുന്നേൽക്കുക, ഷൂട്ടിങ്ങിന് പോവുക, പാട്ട് പാടുക, ഫൈറ്റ് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ വന്ന് ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് തോന്നി, ഒരു സമയം കഴിഞ്ഞപ്പോൾ തോന്നി നമുക്കിതൊന്നൊരു ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് ഡയറക്ഷനിലോട്ട് വരാനാണ്. അങ്ങനെ സുരേഷ് ഗോപിയെ വെച്ച്, അന്ന് സുരേഷ് ഗോപിയുടെ ഏകലവ്യനൊക്കെ റിലീസായ സമയമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാം. അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടമായി. രക്ഷകൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ബോംബെയിലൊക്കെ വെച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളും, പടം ബിസിനസ്സായി, എല്ലാ കാര്യങ്ങളും അങ്ങേയായിട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ വേറൊരു സിനിമയിൽ വന്നു. അത് മനഃപൂർവ്വമല്ല, കോയിൻസിഡൻസ് മാതിരി വന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഇനിയിപ്പോൾ പെട്ടെന്ന് ഈ സിനിമ എടുക്കാൻ പറ്റില്ല, അപ്പം എന്നാൽ വേറൊരു കഥയിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 2-3 ഇയേഴ്സ്, ഒരു 4 ഇയേഴ്സ് എൻ്റെ വേസ്റ്റായി. പിന്നെ ഒരു കഥയും സെറ്റാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ശരി ഓക്കെ നിർത്തി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് വിട്ടു മാറി. ആ സമയത്താണ് എനിക്ക് ഒരു സിനിമ, അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പടം ചെയ്യണം, ശങ്കരേട്ടൻ പടം ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സൂര്യവനം എന്ന് പറയുന്നൊരു സിനിമ. അപ്പം എനിക്കൊരു റൊമാൻറ്റിക് ഹീറോൻ്റെ ടാഗായിരുന്നല്ലോ. അപ്പോൾ റൊമാൻറ്റിക് ഹീറോ എന്ന് മാറി എന്തെങ്കിലും കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ പടത്തിലും ആക്ഷനും ഉണ്ട്, ഫൈറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വരാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് സൂര്യവനത്തിൽ അഭിനയിച്ചത്. ആ പടം നല്ല ഇനീഷ്യൽ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വിചാരിച്ച സിനിമയായിരുന്നില്ല. അതുകൊണ്ട് അത് അത്ര സക്സസ് ആയില്ല. പക്ഷേ അതിന് ശേഷം ഞാനൊരു 3-4 സിനിമ, ഇപ്പോൾ മമ്മി സെഞ്ചുറിയുടെ ഭദ്ര, പിന്നെ ഫയർ എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങനെ മുരളിയുടെ കോമ്പിനേഷനിൽ, ഭദ്രയിൽ വിനയപ്രസാദ്, ഞാനും ജഗദീഷും സലീം കുമാറൊക്കെ കൂടി അഭിനയിച്ചൊരു സിനിമ. ഇത്തരം സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ എവിടെയോ ആ ഒരു ക്ലിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫ്ലോ, ഒരു ക്ലിക്ക്. മേ ബി എൻ്റെ പ്ലാനിങ്സൊക്കെ തെറ്റായിരുന്നു. എന്ത് സിനിമ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കൂടുതൽ ആലോചിക്കാൻ പോയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് ശങ്കർ മേനക ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ? അതെ, ഒരുപാട് പേര് എവിടെ പോയാലും ആ ഒരു ലേബലിൽ തന്നെ ആയിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത്. അതെ. അല്ല, ഞാൻ ഒരുപാട് ഹീറോയിൻസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പറയുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ ഹിറ്റാവുന്നതനുസരിച്ച്. അപ്പോൾ ഞാനും മേനകയും കൂടിയിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത് ആരും അറിയാതെ പോയൊരു സിനിമയാണ് ഗുഹ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് അന്ന് കമലഹാസൻ അഭിനയിച്ച സോപ്പ് റോജാക്കൾ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കായിരുന്നു. ഭയങ്കര ഹിറ്റായ സിനിമ തമിഴ്നാട്ടിൽ. ബിക്കോസ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ വീണ്ടും പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ ആണ് ആ സിനിമ ചെയ്തത്. അതിൽ മേനക ഒരു ചെറിയ വേഷത്തിൽ വന്നിരുന്നു. പടം ശ്രദ്ധിക്കപ്പെട്ടില്ല ഞാൻ പറഞ്ഞ മാതിരി. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ചെയ്ത സിനിമയാണ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. അത് വലിയ ഹിറ്റായി മാറി തമിഴ്നാട്ടിൽ, കേരളത്തിൽ. അവിടുന്ന് ഞങ്ങളുടെ ഒരു ടീം വീണ്ടും പിന്നെ ഒരുപാട് സിനിമകൾ, എങ്ങനെ നീ മറക്കും, പൂച്ചക്കിരി മൂക്കുത്തി, മുത്തോട് മുത്ത്, അങ്ങനെ കുറേ സിനിമകൾ ഒരു നോക്ക് കാണാൻ, കുറേ സിനിമകൾ, കുറേ നല്ല ഗാനങ്ങൾ. ബൈജു ഒക്കെ അത് പൂച്ചക്കിരി മൂക്കുത്തിയിൽ ബൈജു പയ്യനായിരുന്നു ആ സിനിമ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അത് നമ്മൾ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായി. ഒരുപാട് നാച്ചുറലി അങ്ങനെയാണല്ലോ. ബിക്കോസ് ഒരു പെയർ ഹിറ്റാവുമ്പോൾ പ്രത്യേകിച്ച് ആ കാലത്ത് അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിസിനസ് സൈഡും ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ തിയേറ്ററിലോട്ട് വരും, അതൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ അത് കുറേ സിനിമ 10-32 സിനിമ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. അതെ അതെ. ശരിക്കും സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം, സിനിമ എങ്ങനെയാണ് അങ്ങ് എത്തിയത് സിനിമയിലേക്ക്? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ലായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പലരെയും പോയി കാണും. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിനെ തമിഴിലും. ഞാൻ ചെന്നൈയിലാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചത്. ഞാൻ പഠിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. ശരിക്കും ഞാൻ തൃശ്ശൂരാണ് ജനിച്ചെങ്കിലും എൻ്റെ അച്ഛന് ചെന്നൈയിലായിരുന്നു ജോലി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ എല്ലാ ഡയറക്ടേഴ്സിനെയും പോയി കാണും. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കി പോയി കാണും. പക്ഷെ അന്നും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. ഞാൻ അതിനു മുമ്പ് ശരഭഞ്ജനം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ അത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരാൾ വഴി ഹരൻ സാറിനെ പോയി മീറ്റ് ചെയ്തു. GP ബാലൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ. എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട് പുള്ളിയായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, വലിയ റോളൊന്നുമല്ല, ഒരു ചെറിയ വില്ലൻ്റെ കൂടെ അങ്ങനെ വരുന്നൊരു വേഷമാണ്. അത് കുറച്ചധികം സിനിമയിൽ 2-3 സീനിൽ വരും. പക്ഷേ വലിയ ഡയലോഗൊന്നുമില്ല, 1-2 ഡയലോഗൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. ബിക്കോസ് എനിക്കതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത്രയും വലിയ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഓഡിഷൻ വന്നു. അങ്ങനെ ഒരു ഓഡിഷന് പോയി. തമിഴിൽ ആ സിനിമ എല്ലാം പുതുമുഖങ്ങളായിരുന്നു. ആ സിനിമ വലിയ ഹിറ്റായി മാറി. ഒരു തലൈ രാഗം എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. അത് തമിഴ്നാടിൻ്റെ ഹിസ്റ്ററി ബുക്ക് കിടക്കുന്ന സിനിമ. എപ്പോഴും 365 ദിവസം അവിടെ ഓടി. മെയിൻ സെൻറ്റേഴ്സിൽ കോയമ്പത്തൂർ 450 ദിവസം ഓടി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്കൊരു വലിയ നല്ലൊരു സമയവും അതുപോലെ സിനിമയിൽ എൻ്റെ യാത്ര തുടങ്ങി. അതിനുശേഷം ആ സിനിമ കണ്ടിട്ടാണ് മഞ്ഞിലെറിഞ്ഞ പൂക്കൾ വരുന്നത്. അങ്ങനെ മഞ്ഞിലെറിഞ്ഞ പൂക്കളിൽ അഭിനയിച്ചു. അതും ഹിറ്റായി. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി 10-15 വർഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സിനിമകൾ. ബിക്കോസ് ഈ മഞ്ഞിലെറിഞ്ഞ പൂക്കളും ഒരു തലയിലാകും പോട്ടെ, അത് അന്ന് വലിയ സൂപ്പർ സ്റ്റാർസൊക്കെ അവിടെയുണ്ട്, കമലഹാസൻ, രജനീകാന്തൊക്കെ. പക്ഷെ മലയാളത്തിൽ ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു ആ സിനിമ. നസീർ സാറ്, പിന്നെ MG സോമൻ, സുകുമാരൻ, അവരുടെയൊക്കെ ഒരു പീരിയഡിന് ശേഷം വരുന്നൊരു സിനിമയാണ്. യങ്സ്റ്റേഴ്സ് ആയിരുന്നല്ലോ ഞങ്ങൾ. അപ്പോൾ ആ സിനിമയുടെ സക്സസ് എനിക്ക് ഒരുപാട് സിനിമ മലയാളത്തിൽ വന്നു. അത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി 27 പടം, 28 പടം, 26-27 പടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു മടുപ്പ് തോന്നാൻ തുടങ്ങിയത്. വേഷവും പിന്നെ ഈ ഒരു ടാഗ് ഉണ്ടല്ലോ, ഈ എന്താ പറയുന്നത്, റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുന്ന ഇത് വന്നപ്പോൾ എനിക്കും അതൊന്നൊക്കെ മാറണം എന്നൊക്കെ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പക്ഷേ ആ സിനിമകളെല്ലാം ഏകദേശം നല്ല ഹിറ്റായിരുന്നു. ജനങ്ങൾ ഹിറ്റ് സിനിമകളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഏജ് നമ്മൾ 20 വയസ്സിൽ വന്നാൽ നമുക്ക് ഏജ് മാറും തോറും നമുക്കും ഇതൊന്ന് റൊമാൻറ്റിക് ഇതൊന്നും മാറുമല്ലോ. റൊമാൻസ് എന്ന് പറയുന്ന ഒരു ടീനേജും അല്ലെങ്കിൽ ആ ഒരു യങ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ വർക്കൗട്ട് ആവുന്നതാണ്. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പം ഞാൻ പല പ്രാവശ്യം ഞാനിങ്ങനെ പലരിടത്തും പറയാറുണ്ട്, പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും. ഇപ്പോൾ സുഗമോദേവി സൂപ്പർ ഹിറ്റായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞു, വേണു നാഗവള്ളിയുടെ അടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ
ശങ്കറിനെ അങ്ങനെ ചേഞ്ച് ചെയ്താൽ എന്താവും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 91, 92 സമയത്താണ്